കൊല്ലം പുനലൂരിൽ കഞ്ചാവ് വേട്ടയ്ക്കിടെ പോലീസുകാർക്ക് നേരെ ആക്രമണം. റൂറൽ ഡാൻസ് ഓഫ് ടീം സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പോലീസുകാരെയാണ് ആക്രമിച്ചത്. വിൽപ്പനയ്ക്കെത്തിച്ച 2 കിലോ കഞ്ചാവുമായി സബിനേഷ്, വിഷ്ണു എന്നിവരെ പോലീസ് പിടികൂടി. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുള്ളാണ് ചേരുന്നത്. ഷമീർ, സംസ്ഥാനത്ത് ഇങ്ങനെ കഞ്ചാവ് വേട്ടയും മയക്കുമരുന്ന് വേട്ടയും ശക്തമാകുമ്പോൾ തന്നെ ഈ ലഹരി സംഘങ്ങളുടെ പ്രതിരോധവും തിരിച്ചുള്ള ആക്രമണവുമൊക്കെ കൂടുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കാണുന്നത്. കൊല്ലത്ത് എന്താണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ഈ ആക്രമണത്തിന് ഇരയായ പോലീസുകാർക്ക് പരിക്കു വല്ലതും പറ്റിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ ലഹരിയുടെ പ്രധാനപ്പെട്ട കണ്ണികളിലേക്കാണ് ഇപ്പോൾ അന്വേഷണവും പോലീസിന്റെ റെയ്ഡും ഒക്കെ എത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് അവരുടെ പ്രതിരോധം ശക്തമാകുന്നത്. അത്തരത്തിലൊരു പ്രതിരോധമാണ് പുലർച്ചയോടുകൂടി പുനലൂർ ഉണ്ടായിരിക്കുന്നത്. റൂറൽ ഡാൻസ് ഓഫ് ടീം സബ് ഇൻസ്പെക്ടർ ജ്യോതിഷിന് ഇവരുടെ അക്രമത്തിൽ പരിക്കേറ്റു. അദ്ദേഹത്തിന്റെ കൈക്ക് മുറിവേറ്റിട്ടുണ്ട്. ഇവരെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാണ് പ്രതിരോധം ഉണ്ടായത്. സബിനേഷ്, വിഷ്ണു എന്നിവർ ജില്ലയിലേക്ക് പ്രധാനമായും കഞ്ചാവ് എത്തിക്കുന്ന ഡീലർമാരാണ് എന്നാണ് ഡാൻസ് ഓഫ് ടീമിന് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ച് ഇവരെ പിന്തുടരുകയായിരുന്നു പോലീസ്. അങ്ങനെയാണ് പുല്ലൂരിൽ വെച്ച ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം കൈകാണിച്ച് നിർത്തുകയും പിന്നീട് ഇവർ ശരീര പരിശോധന നടത്തുന്നതിനെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇതിനിടയിലാണ് പോലീസുമായി പിടിവലി ഉണ്ടാവുകയും ചെയ്തത്. ഇവരുടെ കയ്യിൽ നിന്നും ഇപ്പോൾ 2 കിലോ കഞ്ചാവ് കിട്ടിയിട്ടുണ്ട്. ആന്ധ്രയിൽ നിന്നാണ് ഈ കഞ്ചാവ് ഇവർ കേരളത്തിലേക്ക് എത്തിച്ചതെന്നാണ് ഡാൻസ് സ്റ്റാഫിന് കിട്ടിയ വിവരം. എന്തായാലും ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച പുല്ലൂർ സ്വദേശി സജു ആണ് ഈ അക്രമം അഴിച്ചുവിട്ടതെന്നും ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും കഞ്ചാവ് എത്തിച്ച സംഘവും പോലീസിനെ ആക്രമിച്ച പ്രതിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും 3 പേരാണ് ഈ സംഭവത്തിൽ പ്രതികളായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ സജുവിന് ഈ സംഭവത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ഇരുവരും ഇപ്പോൾ കഞ്ചാവുമായി പിടിയിലായി ഇരുവരും കസ്റ്റഡിയിലാണുള്ളത്. ലക്ഷ്മി പത്മ. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.